നമുക്ക് ആരംഭിക്കാം. പഹവീര്യം കർമാവഹൈ തേജസ്വിനാവതീതമസ്തു മാവിദ്വിഷാവഹൈ ഓം ശാന്തി ശാന്തി. പഞ്ചമസ്കന്ധം 14-ാം അധ്യായം 5-ാമത്തെ ശ്ലോകമല്ലേ? അതെ. തത്രഗതോ ദംശ മശകഫമാപഫദൈ മഞ്ജൈ ശലഭശകുന്തതസ്കരമൂഷകാദിഭിഃ ഉപരുധ്യമാന ബഹിപ്രാണ ക്വചിത് പരിവർത്തമാനോസ്മിन् അത്ഥിന്യവിദ്യാകാമകർമ്മഭിः ഉപരക്തമനസാം അനുപപന്നാർത്ഥം നരലോകം ഗന്ധർവനഗരം ഉപപന്നമിതി മിഥ്യാദൃഷ്ടിഃ അനുപശ്യതി. തത്രഗതോ അവിടെ എത്തി, ആ കാട്ടിലെത്തി. സംസാരമാകുന്ന ഒരു വനമാണ് ഈ ഭൗതിക ലോക ജീവിതം എന്ന് ഒന്നുകൂടി വിസ്തരിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. തത്രഗത, അതിൽ പ്രവേശിച്ചാൽ ഇതൊക്കെയുണ്ട്. ദംശ മശക ഫമാപഫദൈ, ദംശം കടിക്കുന്നവർ, ഈച്ചകൾ. മശകം കൊതുക്. ഫമം അതിന് തുല്യമായി, ഈച്ചയ്ക്കും കൊതുകിനും തുല്യമായി. അപഫദൈ, അപഫദന്മാർ ദുഷ്ടന്മാർ, നീചന്മാർ. കാട്ടിലാണെങ്കിൽ ഈച്ചയും കൊതുകുമാണ്, നാട്ടിലാണെങ്കിൽ നീചന്മാരായ ദുഷ്ടന്മാരായ മനുജൈഹി, മനുഷ്യരാൽ. അവിടെയായാലും ഇവിടെയായാലും ഉപദ്രവമാണ്. ഇപ്പം കാട്ടിലും നാട്ടിലും രണ്ടുപേരും ഒരുപോലെ ഉണ്ട്. മനുജൈഹി ശലഭ ശകുന്ത തസ്കര മൂഷകാദിഭിഃ ഉപരുധ്യമാന. ശകുന്തം എന്ന് പറഞ്ഞാൽ പക്ഷിനാളാക്കി നിർത്തും. ഇവിടെ അത് പാറ്റകളാണ്, പറക്കുന്നൊക്കെ അതാണ്. പാറ്റയും പറക്കുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കാം. ശലഭം പാറ്റകൾ, ശകുന്തങ്ങൾ പക്ഷികൾ, തസ്കരന്മാർ കള്ളന്മാർ, മൂഷകന്മാർ എലികൾ മുതലായവർ. ഇവരാൽ ഉപരുധ്യമാന ബഹിപ്രാണം, ഇവരാൽ ഉപരോധിക്കപ്പെടുന്ന. ബഹിപ്രാണൻ എന്ന് പറഞ്ഞാൽ ധനം എന്നർത്ഥം. അന്തഃപ്രാണൻ അകത്തുള്ള ജീവൻ, ആ ജീവന് തുല്യം പുറത്തുള്ളത് ധനമാണ്. ബഹിപ്രാണന് ഇവിടെ ധനം എന്ന അർത്ഥം കൽപ്പിക്കുക. അന്തഃപ്രാണൻ പ്രാണൻ തന്നെയാണ്. ആ പ്രാണനെ പോലെ ബലിഷ്ഠമാണ് പുറത്തുള്ള പ്രാണനായ ധനവും. അപ്പം ഇവിടെ ഓർമ്മയുള്ള പ്രാണനെ പോലെ അകത്തെ പ്രാണനെ അപഹരിച്ച് ഉപദ്രവിക്കുന്നവരാണ്. അങ്ങനെയുള്ള മനുഷ്യര് ശലഭങ്ങളും ശകുന്തങ്ങളും തസ്കരന്മാരും മുഷാദികളാലും ഉപരുധ്യമാന ബഹിപ്രാണാഹ. ഇവരൊക്കെ ധനം അപഹരിച്ചു കൊണ്ടുപോകുന്ന തസ്കരന്മാരാണ്. വനത്തിൽ ഇവരൊക്കെ ശല്യം ചെയ്യുന്നവരാണ്. ശലഭങ്ങളും ശകുന്തങ്ങളും അതുപോലെ തസ്കരന്മാരും മൂഷകന്മാരും. പക്ഷേ ഇവിടെ ഈ ശലഭവും ശകുന്തത്തെയും പോലെ തസ്കരന്മാരെ ആയ മൂഷകന്മാർ ഈ ധാരാളം ഇവിടെയുണ്ട്. അവർ ക്വചിത് ചിലപ്പോൾ പരിവർത്തമാനോ അസ്മിൻ അധ്വനി, അവർ ഈ മാർഗത്തിൽ ചുറ്റിത്തിരിയുന്നവരാണ്. പരിവർത്തമാനോ അസ്മിൻ അധ്വനി വഴിയിൽ അവിദ്യാകാമ കർമ്മഭിഃ, അജ്ഞാനവും കാമവുമാകുന്ന കർമ്മങ്ങളാൽ, അവിദ്യാകാമ കർമ്മഭിഃ കർമ്മങ്ങളാൽ ഉപരക്തമനസ, അവിദ്യ കാമ കർമ്മഭിഃ ഉപരക്തമനസ
അതിലേക്ക് ആസക്തമായ മനസ്സോടെ അനുപപന്നാർത്ഥം നരലോകം എന്ന് പ്രാപിക്കാതിരിക്കുന്ന, അതായത് എന്താണ്, വന്നു ചേരാത്ത പ്രയോജനത്തോടു കൂടിയ മനുഷ്യലോകത്തെ ഗന്ധർവനഗരം ഉപപന്നം ഇതി. ഗന്ധർവനഗരം വന്നു ചേർന്നിരിക്കുന്നു എന്ന് മിഥ്യാദൃഷ്ടി അനുപശ്യതി. സത്യബുദ്ധിയില്ലാത്തവർ, അസത്യബുദ്ധിയുള്ളവരായിട്ട് അനുപശ്യതി, നിരന്തരം കാണും. ഈ സംസാര മാർഗത്തിൽ ചുറ്റിത്തിരിയുന്ന ജീവൻ അതിനെയാണ് അവതരിപ്പിക്കുന്നത്. ആ ജീവൻ അജ്ഞാനത്തിന്റെ ഫലമായ കാമകർമ്മങ്ങളാൽ ബന്ധിതനായിത്തീരും. അജ്ഞാനത്തിന്റെ ഫലമാണ് കാമവും കർമ്മവും ഒക്കെ. അത് മനുഷ്യനെ ഭൗതിക ലോക ജീവിതത്തിന്റെ ആസക്തിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടേയിരിക്കും. ക്ഷണഭംഗുരമായ ഈ ആഗ്രഹങ്ങളില് ആസക്തരായി ഈ ലോകത്തിലെ മനുഷ്യർ ഗന്ധർവസമം, ഗന്ധർവ ലോകം എന്നൊരു ലോകമില്ല, അത് നമ്മെ ആശിപ്പിക്കുന്ന ഒരു ലോകത്തിന്റെ പ്രതീകമാണ്. അത് കിട്ടും, അത് കിട്ടും, അത് കിട്ടും എന്ന് അങ്ങനെയാണെന്ന് കരുതി അഭിമാനിക്കും. ഈ ഇല്ലാത്തതും കിട്ടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ലഭിക്കും, കിട്ടുമെന്ന് അഭിമാനിക്കുന്നതിന് പേരാണ് ഗന്ധർവ നഗരം. അങ്ങനെയുള്ള ഗന്ധർവ നഗരത്തെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നിരന്തരമായും ഭൗതിക ലോക ജീവിതത്തിൽ ആസക്തരായി തീർന്ന് കരകയറാനാവാതെ ഉണ്ടാവും. ഈ ഭൗതിക ലോക ജീവിതമാണെങ്കിൽ അജ്ഞാനമാകുന്ന കർമ്മം കൊണ്ട് മനുഷ്യനെ ബന്ധിപ്പിച്ച് ഈ ഭൗതിക ലോക ജീവിതത്തിലെ കാമാസക്തികൾ വീണ്ടും ആസക്തരായി കൊണ്ടുപോയി. അതുകൂടാതെ ഇവിടെ ധാരാളം ഉപദ്രവകാരികളായ മനുഷ്യർ പരസ്പരം ഉപദ്രവിക്കുന്നവർ, ജന്തുക്കൾ, ജീവരോഗങ്ങൾ ഒക്കെ ഈ ലോകത്തുണ്ട്. അവരാൽ പലപ്പോഴും ഉപദ്രവിക്കപ്പെട്ടും ക്ഷമിപ്പിക്കപ്പെട്ടും ഇവിടെ കഴിഞ്ഞാലും ഈ ആഗ്രഹം വിടില്ല. എത്ര വർഷം ഈ മനുഷ്യലോകത്തിലുണ്ട് എന്ന് ആരൊക്കെ പറഞ്ഞാലും എനിക്ക് ഇത് ഒരു ഗന്ധർവ നഗരം പോലെ എന്തെന്ത് അഭിലാഷങ്ങൾ സാധിക്കാനുള്ള മനോഹരമായൊരു വഴിയാണിതെന്ന് ചിന്തിച്ച് ഇതിലേക്ക് തന്നെ അകപ്പെട്ട മനുഷ്യൻ വന്നു ചേരുന്നു. തത്രഗതോ ദംശമശക സമാപസദേർമനുജൈ ചലഭശകുന്ത തസ്കര മൂഷകാദിപരുപരുദ്ധ്യമാന ബഹിപ്രാണ ക്വചിത് പരിവർത്തമാനോസ്മിന്നത്ഥന്യ വിദ്യാകാമകർമ്മഭിഃ ഉപരക്ത മനസ അനുപപന്നാർത്ഥം നരലോകം ഗന്ധർവനഗരം ഉപപന്നമിതി മിഥ്യാദൃഷ്ടി അനുപശ്യതി. തത്ര ഗതോ ദംശമശക സമാപസദേർമനുജൈ ചലഭശകുന്ത തസ്കര മൂഷകാദിപരുപരുദ്ധ്യമാന ബഹിപ്രാണ ക്വചിത് പരിവർത്തമാനോസ്മിന്നത്ഥന്യ വിദ്യാകാമകർമ്മഭിരുപരക്തമനസ അനുപപന്നാർത്ഥം നരലോകം ഗന്ധർവനഗരം ഉപപന്നമിതി മിഥ്യാദൃഷ്ടി അനുപശ്യതി. തത്ര ഗതോ ദംശ മശക സമാപസദേർമനുജൈ ശലഭശകുന്ത തസ്കര മൂഷകാദിപരുപരുദ്ധ്യമാന ബഹിപ്രാണ ക്വചിത് പരിവർത്തമാനോസ്മിന്നത്ഥന്യ വിദ്യാകാമകർമ്മഭിः ഉപരക്തമനസ അനുപപന്നാർത്ഥം നരലോകം ഗന്ധർവനഗരം ഉപപന്നമിതി മിഥ്യാദൃഷ്ടി അനുപശ്യതി. തത്ര ച ക്വചിത് ആതബോധകനിഭാൻ വിഷയാൻ വധാവതി പാനഭോജന വ്യവായാദി വ്യസനലോലുപക. തത്ര ച അവിടെ ഇനിയുണ്ട്. ക്വചിത് ചിലയിടത്ത്, എല്ലായിടത്തും ഇല്ല, ചിലയിടത്ത് ആതപോ ഉദക നിഭാൻ, ആതകോ എന്താണ് ആതപോ ഉദകം എന്ന് വെച്ചാൽ മരീചിക്കാണ്. ആതപത്തിൽ കാണപ്പെടുന്ന ഉദകം, ചുട്ടുപഴുത്തു പൊങ്ങി വരുന്ന ചൂടിന്റെ നടുക്ക് വെള്ളമാണ് എന്ന് തോന്നിക്കുന്നു. ആതപ ഉദക നിഭം തുല്യം. അതിനെയാണ് മരീചിക എന്ന് വിളിക്കുന്നത്. അല്ലെ മൃഗതൃഷ്ണ, മരുമരീചിക എന്നൊക്കെ പറയാം. ആതപോദക നിഭാൻ വിഷയാൻ
അങ്ങനെയുള്ള വിഷയങ്ങൾ മരുമരീചിക പോലെയാണ്. അവിടെ എത്തുന്നിടം വരെ ഇത് സുഖവും സന്തോഷവും തരുന്ന വിചാരിക്കും. അവിടെ എത്തി അതനുഭവിക്കും. അയ്യോ ഇതല്ല, ഇതിന്റെ അപ്പുറത്താണ്, മറ്റൊന്നാണ്, അതിന്റെ പുറകെ പോകും. അവിടെ ചെല്ലുമ്പോൾ അതല്ല, വേറൊന്നാണ്, അതിന്റെ പുറകെ പോകും. അങ്ങനെയുള്ള വിഷയങ്ങളുടെ പുറകെ പഥാവധി ഓടി നടക്കും. ഇവിടെ അല്ലെങ്കിൽ അവിടെ, അവിടെ അല്ലെങ്കിൽ മറ്റേടത്ത്, അവിടെ അല്ലെങ്കിൽ ഇപ്പുറത്ത് എന്നിങ്ങനെ എന്താണ് കുടിക്കാനും അനുഭവിക്കാനും സ്ത്രീസുഖങ്ങൾ അനുഭവിക്കാനും ഒക്കെ ആഗ്രഹം കൂടുതലായിട്ട് മരുമരീചിക പോലെ ആഭാസമാത്രമായ വിഷയങ്ങളുടെ പുറകെ 4 ഭാഗത്തും തിരിച്ചിരിക്കും. ഇതിനെയാണ് മുമ്പത്തെ ശ്ലോകത്തിൽ ഗന്ധർവ നഗരം എന്ന് പറയുന്നത്. മരുമരീചിക പോലെയാണ് ഗന്ധർവ നഗരം. പാന ഭോജന വ്യവായാദി വ്യസനരൂപ. പാനം കുടിക്കാൻ, ഭോജനം കഴിക്കാൻ, വ്യവായം സ്ത്രീ സുഖം, ഇങ്ങനെയുള്ള നിത്യ ഇങ്ങനെയുള്ള അനേക തരത്തിലുള്ള വ്യസനങ്ങളിൽ ലോലുപനായിട്ട് ഭവിക്കും. ആഗ്രഹമുള്ളവനായിട്ട് അത്യാഗ്രഹം കൊണ്ട് ഓടി നടക്കുന്നവനാണ് മനുഷ്യൻ. തപ്തചക്വചിത് ആതബോധക നിഭാൻ വിഷയാൻ ഉപധാവതി പാനഭോജനം വ്യവായാദി വ്യസനലോലുപ. തത്രചക്വചിത് ആതബോധക നിഭാൻ വിഷയാൻ ഉപധാവതി പാനഭോജനം വ്യവായാദി വ്യസനലോലുപ. ദോഷനിഷദനം പുരീഷവിശേഷം തദ്വർണഗുണ നിർമ്മിതമതി സുവർണം ഉപാദിത്സതി അഗ്നികാമകാതര ഇവ ഉൽമുഖപിശാചം. കൊച്ചിത്ത് വേറെ ചിത്രത്ത് മുമ്പ് പറഞ്ഞതിൽ ഈ മരുമരീചിക വനത്തിലാണ്, കാട്ടിൽ. അതുപോലെയാണ് നാട്ടിൽ കുടിക്കാനും കഴിക്കാനും സ്ത്രീസുഖം അനുഭവിക്കാനും വേണ്ടിയുള്ള തൃഷ്ണകൾ ഇതുപോലെയാണ്. അതുകൊണ്ടാണ് സംസാരത്തെ വനത്തിനോട് സാദൃശ്യപ്പെടുത്താൻ. കൊച്ചിത് ചിലയിടത്തിരിയും അശേഷ ദോഷ നിഷദനം, എല്ലാ ദോഷത്തിന്റെയും വാസസ്ഥലം. നിഷദനം വാസസ്ഥലം, വസിക്കുന്നത്. അശേഷ ദോഷ നിഷദനം, എല്ലാ ദോഷങ്ങൾക്കും ഇരിപ്പിടമായ പുരീഷവിശേഷം, മലമെന്ന വിശേഷത്തോടു കൂടിയ തദ്വർണ പുരീഷവിശേഷം തദ്വർണ ഗുണനിർമ്മിതമതി. അതിൻ്റെ വർണ്ണം കൊണ്ടും അതിൻ്റെ ഗുണം കൊണ്ടും വശീകരിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായ മനുഷ്യൻ സുവർണം. എന്താണ് സ്വർണം? അടുത്തത് സ്വർണത്തിന്റെ പുറകെ. ഇതാണെങ്കിലോ ഈ സ്വർണം എല്ലാ ദോഷങ്ങളിലെയും വാസസ്ഥാനം. തന്നെയല്ല, സ്വർണം എന്നുള്ളത് ഒരു പുരീഷ വിശേഷമാണ്, ഒരു മലവിശേഷം. അഗ്നിയുടെ മലമാണ് സ്വർണം. അഗ്നിയിൽ അത് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാലിന്യത്തെ മാറ്റിയെടുത്തത്. അതുകൊണ്ട് അഗ്നിയുടെ മാലിന്യമാണ് വാസ്തവത്തിൽ സ്വർണം, അഗ്നിയുടെ പുരീഷമാണ്. അങ്ങനെയുള്ള പുരീഷവിശേഷമായ ഈ സ്വർണം, അതിൻ്റെ വർണ്ണത്തിൽ മനുഷ്യർ ആകൃഷ്ടരാണ്, അതിൻ്റെ ഗുണത്തിൽ മനുഷ്യർ ആകൃഷ്ടരാണ്. തദ്വർണ്ണ ഗുണം കൊണ്ട് നിർമ്മിതമതി, അതിലേക്ക് മതി ഉണ്ടാക്കിയിട്ട് ഉപാദിത്സതി, എടുക്കാൻ ആഗ്രഹിക്കും, പ്രാപിക്കാൻ ആഗ്രഹിക്കും. അഗ്നികാമ കാതരേവ, അഗ്നികാമത്തിൽ കാതരനായിരിക്കുന്നവനെ പോലെ. തീ കാണുമ്പോൾ ഹാവു ഇതെനിക്ക് എടുത്താൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഉൾമുഖ പിശാചം, കൊള്ളിമീൻ എന്ന പിശാചിനെ പോലെ ഇതെടുക്കാൻ ആഗ്രഹിക്കും. കൊള്ളിമീനും അഗ്നിയും ഒക്കെ കാണുമ്പോൾ കാണാൻ നല്ല സുവർണമാണ്, നല്ല ഗുണവും. പക്ഷെ അതെടുക്കാൻ പറ്റത്തില്ല. അതെടുത്താൽ അതോടെ നശിക്കും. ഇതുപോലെയാണ് സ്വർണം.
സ്വർണത്തെക്കുറിച്ച് മനോഹരമായൊരു കാഴ്ചപ്പാടല്ല. എത്ര കാലം മുമ്പാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇതാണ് ആകർഷിക്കുന്ന ഗുണവിശേഷങ്ങൾ അതിനുണ്ട്, ഇതൊക്കെയുണ്ട്. അതൊരു അഗ്നിയുടെ മലവുമാണ്. എന്നിട്ട് മനുഷ്യൻ അതിന്റെ പുറകെ ഓടി നടക്കും. അതിൽ അഗ്നിയെ പോലെ, മിന്നലിനെ പോലെയാണ്. മിന്നൽ ഒരു പിശാചിനെ പോലെയാണ്. പെട്ടെന്ന് മിന്നി പറയും, നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കിട്ടില്ല. അഗ്നി കാണാൻ ഇഷ്ടമാണ്, അങ്ങനെ കത്തിക്കാളുമ്പോ ഹാവൂ നല്ല സുഖം, നല്ല പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് സ്വർണ്ണവും. അതെടുത്ത് തൻ്റെതാക്കി മാറ്റിയാൽ അതുകൊണ്ട് അനുഭവിക്കുന്ന ദുരന്തങ്ങൾ കുറച്ചൊന്നുമല്ല. എന്നാൽ ഈ പിശാച് കാട്ടിൽ അങ്ങും ഇങ്ങും അലയുന്നത് പോലെയാണ് എന്ന് ഈ വനത്തോട് ഘടിപ്പിച്ചു ഇതിനെ. കാട്ടിൽ സഞ്ചരിക്കുന്നവരെ ചൂടുണ്ട്, തണുപ്പുണ്ട്, ഇതൊക്കെ തീർക്കാൻ ഈ ശീതബാധ, തണുപ്പ് കൊണ്ടുള്ള അസഹനീയമായ തണുപ്പ് തീർക്കാൻ ആഗ്രഹിച്ചിട്ട് അഗ്നിയെ അന്വേഷിക്കുമ്പോൾ അഗ്നിയുടെ വർണ്ണത്തിലുള്ള കൊള്ളിമീൻ കണ്ടിട്ട് അതൊരു പിശാചിനെ പോലെ അങ്ങും ഇങ്ങും അലയുന്നത് കണ്ടിട്ട് അഗ്നിയാണെന്ന് വിചാരിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇവിടെ സ്വർണത്തിന്റെ പ്രയോഗം. കാട്ടിൽ ഇതാണ് ഇവിടെ സ്വർണം. എന്നാൽ ഇതൊക്കെ കിട്ടുമോ? അതുമില്ല. അഥവാ കിട്ടിയാലോ പിശാച് പിടിച്ച അവസ്ഥയാണ്. അല്ലേ? നാട്ടില് ഒരു ചൊല്ലുപോലെയാണ്, ചെല്ല കണ്ട് അവരെ പിശാച് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇതുപോലെ സ്വർണത്തെ ന്യായമായോ അന്യായമായോ സമ്പാദിക്കാൻ ശ്രമിച്ചാൽ അത് കിട്ടില്ലെന്ന് മാത്രമല്ല, അഥവാ കിട്ടിയാൽ അതുകൊണ്ട് കലഹം, ശത്രുത, അടിപിടി, വഴക്ക് കൊണ്ട് ഒരു നിമിഷം പോലും സുഖം കിട്ടില്ല. അതുകൊണ്ടാണ് അഗ്നിവർണ്ണമുള്ള പിശാചന് പിന്നാലെ നടക്കുന്നത് പോലെ എന്ന് വർണ്ണിച്ചത്. ഈ സ്വർണം എന്ന ഭൗതിക വസ്തു എന്ന് പറയാൻ ഓടി നടക്കുന്നത് കാട്ടിലാണെങ്കിൽ ദാഹിച്ച് അല്ല ഈ നല്ല അതിഭയങ്കരമായ തണുപ്പ് അനുഭവിക്കുമ്പോൾ ഇത് തീ കിട്ടിയാൽ കൊള്ളാം എന്ന് വിചാരിച്ചു ഓടി നടക്കുമ്പോൾ മിന്നൽ ആവും, ഇത് തീ അന്ന് ചെല്ലും. പക്ഷെ തീ ഇതുപോലെയാണ് ഈ സ്വർണത്തിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് അതിമനോഹരമായി വിന്യസിക്കാൻ ഭാഗവതത്തിലുണ്ട്. അത്ര കാലം മുമ്പ് പറഞ്ഞാണ്. അതുകൊണ്ട് അതിനുവേണ്ടി അമിതമായ മോഹത്തോടെ ഓടി നടക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. മോഹിക്കാതെ, അമിതമായ ആശയില്ലാതെ വന്നാൽ അത് ഉപയോഗിക്കാം. പക്ഷെ അതുകൊണ്ട് ഒരപകടാവസ്ഥയിലേക്ക് പോകരുത്. പോവാൻ വഴിയുള്ളതാണിത്. അഗ്നി പോലെയാണ്. സൂക്ഷിച്ചുപയോഗിച്ചാൽ അപകടം. നമുക്ക് വേണം, നമ്മുടെ കൂടെ ഇരിക്കുന്നതാണ്, നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട്. ശരീരത്തിൽ കുറേ ഭാഗം അഗ്നിയാണ്. നമുക്ക് എന്നും അഗ്നി വേണം. വിളക്ക് കത്തിക്കാൻ വേണം, അടുപ്പ് കത്തിക്കാൻ വേണം, സകലതിനും വേണം, ശ്മശാനത്തിൽ വേണം, അഗ്നി വേണം. അതിന് ഉപയോഗിക്കാം. പക്ഷെങ്കിൽ അതെപ്പോഴെങ്കിലും അപകടകരമായ ആപത്തുണ്ടാക്കി തരുന്നതാണ് എന്ന് നമ്മുടെ വീട് അത് വെന്ത് കഴിയുമ്പോൾ നമുക്കറിയാം. നമ്മുടെ വസ്ത്രം തീ കത്തി കഴിയുമ്പോൾ നമുക്കറിയാം ഇവൻ ബന്ധുവല്ല, പിന്നെ ആരാണ്? ശത്രുവാണ്. ഇതുപോലെയാണ് കൂടെയുള്ള സ്വർണം നമ്മളെപ്പോഴും വിഷമിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നു. കുതിച്ചാശേഷദോഷ നിഷ്ദോഷ നിഷദനം പുരീഷവിശേഷം തദ്വർണ്ണ ഗുണനിർമ്മിതമതി സുവർണം ഉപാധി സത്യന്തി അഗ്നികാമകാതരൈവ ഉന്മുഖപിശാചം. കുതിച്ചാശേഷദോഷ നിഷദനം പുരീഷവിശേഷം തദ്വർണ്ണ ഗുണനിർമ്മിതമതി സുവർണം ഉപാധി സത്യഗ്നികാമകാതരൈവ ഉന്മുഖപിശാചം. കുതിച്ചാശേഷദോഷ നിഷദനം പുരീഷവിശേഷം തദ്വർണ്ണ ഗുണനിർമ്മിതമതി സുവർണം ഉപാധി സത്യഗ്നികാമകാതരൈവ ഉൽപിശാചം. അഥാം കഥാചിൻ നിവാസ പാനീയദ്രവിണാദ്യനേക ആത്മോപജീവന അഭിനിവേശേ യതസ്യം സംസാരാടവ്യാം ഇതസ്തപരിധാവതി. പിന്നീട് ചിലപ്പോൾ, കഥാചിത് ഒരിക്കൽ, അല്ലെങ്കിൽ ചിലപ്പോൾ, നിവാസ പാനീയ രവിണാദി, നിവാസം വീട്, പാനീയം വെള്ളം, ദ്രവിണം ധനം ആദിയായ പലതരത്തിലുള്ള നിവാസ പാനീയ രവിണാദി അനേക ആത്മോപജീവനാഭിഹി,
ഇങ്ങനെ ആത്മോപജീവനത്തിന് വേണ്ടി ബഹുവിധത്തിലുള്ള പദാർത്ഥങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇതെല്ലാം സമ്പാദിക്കാൻ എനിക്കൊരു വീട് വേണം, എനിക്കൊരു കിണർ വേണം, വെള്ളം കുടിക്കണം, എനിക്ക് അത്യാവശ്യം ധനവും. ശരീര നിർവഹണത്തിന് ആവശ്യമായ മൂന്ന് വസ്തുക്കളാണ്. അതിൽ താല്പര്യത്തോടു കൂടി അഭിനിവേശനം ഉണ്ടായിട്ട് ഏതസ്യം സംസാരാടഭ്യാം, ഈ സംസാരവനത്തിൽ ഇതസ്തത പരിധാവതി, അവിടെയും ഇവിടെയും ഒക്കെ 4 ഭാഗത്തും അങ്ങനെ ഓടി നടക്കും. അതിനിടയിൽ ഭഗവത് പാദസ്മരണം ഉണ്ടാകില്ല. കാട്ടിലകപ്പെടും എന്ന് വർണ്ണിച്ചത് കൊണ്ടാണ്. ഒരു വീട് വേണം, വെള്ളം കുടിക്കാൻ വേണം, അതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ അതിനൊക്കെ ഉണ്ടാക്കാൻ ധനം വേണം. ഈ താല്പര്യത്തോടെ ഈ കാട്ടില് ഒരു വ്യവസ്ഥയില്ലാതെ 4 പാട് ഓടി നടക്കും. അങ്ങോട്ട് പോയാൽ കിട്ടുമോ, ഇങ്ങോട്ട് പോയാൽ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നിടയിൽ ഭഗവത് പാദത്തെ സ്മരിക്കാൻ അത് ശരീര നിർവഹണത്തിന് ആവശ്യമായൊരു വസ്തുവല്ല എന്ന് വിചാരിച്ച് അത് മാറ്റി നിർത്തിയിട്ട് മറ്റേതിന്റെ പുറകെ ഓടി നടന്ന് ജീവിതം മുഴുവൻ അലഞ്ഞ് കഷ്ടപ്പെടുകയുള്ളൂ എന്ന് കാണിക്കാൻ ഈ ശ്ലോകം. അഥകഥാജന്യവാസ പാനീയദ്രവിണാദ്യനേക ആത്മോപജീവനാഭിനിവേശ ഏതസ്യം സംസാരാടപ്യാമിതസ്തരിധാവതി. അഥകഥാജന്യവാസ പാനീയദ്രവിണാദ്യനേക ജീവനാഭിനിവേശ ഏതസ്യം സംസാരാടപ്യാം ഇതസ്തരിധാവതി. അഥകഥാജന്യവാസ പാനീയദ്രവിണാദ്യനേക ജീവനാഭിനിവേശ ഏതസ്യം സംസാരാടപ്യാമിതസ്തരിധാവതി. ക്വചിച്ച വാദ്യൗപ്യമയാം ധർമ്മതയാം ആരോഹമാരോപിതസ്തരജനീഭൂതൈവ അസാധുമര്യാദോ രജഫല അക്ഷോഭി ദിഗ്ദേവതാം അതിരജഫലമതൽ വിജാനാദി. ക്വചിത ചിലപ്പോൾ വാദ്യൗപമ്യയാ, ഉപമിക്കാനാവാത്ത വാദം, കാറ്റ്, അതാണ് വാദ്യൗപമ്യയാ. എന്താണ്? കൊടുങ്കാറ്റ്, അതേ ഉള്ളൂ. വാദ്യൗപമ്യം കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റിന് തുല്യമായ പ്രമദയാ, പ്രമദകൾ മതിപ്പിക്കുന്ന സ്ത്രീകൾ, എല്ലാവരും ഇല്ല, മതിപ്പിക്കുന്ന സ്ത്രീകൾ, പ്രമദയാ. ആരോപിത, മടിത്തട്ടിൽ കിടത്തിയിട്ട് ചുഴലിക്കാട്ടിൽ അകപ്പെട്ട് കാട്ടിൽ ഉണ്ടാകുന്ന ഇതാണ്. ഇവിടെ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് പുരുഷന്മാരെ വശീകരിച്ച് പാട്ടിലാക്കാൻ നടക്കുന്ന ചില സ്ത്രീകളെ കുറിച്ച് മാത്രമാണ്, പ്രമദകളെ കുറിച്ചാണ്. അവരെ പുരുഷന്മാരെ വശീകരിക്കാൻ സാമർഥ്യമുള്ള സ്ത്രീകൾ, അവരെ ചുഴലിക്കാറ്റ് പോലാണ്. ക്വചിച്ച വാദ്യ ഔപമയ പ്രമദയ ആരോപിത, മടിത്തട്ടിൽ കിടത്തിയിട്ട് തത്കാല രജഫ രജനീഭൂതൈവ, തത്കാല രജഫ, അപ്പോഴുണ്ടായിരിക്കുന്ന രജഫ് കൊണ്ട്, തത്കാലത്തിലുണ്ടായ അനുരാഗം കൊണ്ട്, രജനീഭൂതൈവ, അന്ധകാരമായി ഭവിച്ചതുപോലെ, രജഫല അക്ഷ അപി, ഇവ അസാധുമര്യാദ, അസാധുവിനെ മര്യാദയായിട്ട് കണ്ടിട്ട്, രജഫലാക്ഷോഭി, കണ്ണിൽ പൊടി വീണിട്ട് ഇരിക്കുന്ന കണ്ണോടുകൂടിയവരാണെങ്കിൽ പോലും, ദിക്ദേവത, ദിക്കുകളിലുള്ള ആ ദേവതകൾ രജഫലമതിഹി ന വിജാനാതി, അതിരജഫലമതിയായിട്ട് രജോഗുണം അധികരിച്ച മനസ്സോടുകൂടിയവനായിട്ട് ദിഗ്ദേവതകളെ കൂടി ന വിജാനാതി അറിയത്തില്ല. അങ്ങനെ പ്രമദകളായ സ്ത്രീകൾ ഒന്ന് നോക്കുമ്പോഴോ
അവർ പുഞ്ചിരിക്കുമ്പോഴോ അവരിൽ ആലിംഗന നിബദ്ധരാകുമ്പോഴോ അവർ മടിയിൽ കയറ്റിയിരുത്തി ലാളിക്കുമ്പോഴോ ഒക്കെ അവരുള്ള അനുരാഗത്തിൽ മുങ്ങുന്നത് കൊണ്ട് താൻ അകപ്പെട്ടത് അന്ധകാരമാകുന്ന കൊടും കാട്ടിലാണെന്ന് ചിന്തിക്കാതെ വേദന നിശ്ചയിച്ച അതിരുകളൊക്കെ അപ്പുറത്ത് കിടന്നിട്ട് രാവാണോ പകലാണോ എന്നറിയാതെ കാമകേളികൾക്കുള്ള സമയം രാത്രിയാണെന്നാക്കാതെ ഈ പകലിന് രാത്രി പോലെ തെറ്റിദ്ധരിച്ച് ഇതിനെ സൂക്ഷിക്കുന്ന കർമ്മസാക്ഷികളായ സൂര്യനും അഷ്ടദിക്പാലകന്മാരുടെയും ഒന്നും എന്താണ് അറിയാതെ അതിനുവേണ്ടിയുള്ള മര്യാദകളൊക്കെ മാറ്റിവെച്ചിട്ട് രജോ ഗുണം അധികമാകുമ്പോൾ സംഭവിക്കുന്ന ബുദ്ധിഭ്രമം ഇത്തരത്തിലാണെന്ന് കാണിക്കാൻ ചുഴലിക്കാറ്റിലകപ്പെട്ട് കണ്ണു കാണാതെ വട്ടം ചുഴലും എന്ന് വർണ്ണിച്ചത് അതുകൊണ്ടാണ്. ചുഴലിക്കാറ്റിൽ കാട്ടിലാണ്, നാട്ടിൽ ഇങ്ങനെയുള്ള ചുഴലിക്കാറ്റാണ്, പ്രമദകളാകുന്ന ചുഴലിക്കാറ്റ്. അതിൽപ്പെട്ട് വട്ടം തിരിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കുക? ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പൊടി കൊണ്ട് കണ്ണു കാണില്ല, ഇവിടെ രജോ ഗുണം കൊണ്ട് കണ്ണു കാണില്ല, ഇരുട്ടുപോലെ തോന്നി. പകലാണ്, പക്ഷെ ഇരുട്ടുപോലെ തോന്നിക്കും സംഭവിക്കാം. എന്നു മാത്രമല്ല, എന്താണ്, അതിൽ അകപ്പെട്ട് വട്ടം തിരിയുന്നവരെ അതിലുള്ള അനുഭവങ്ങൾ സ്വന്തമായ അനുഭവമായി തട്ടിച്ചു നോക്കിയിട്ട് ആ ദുഃഖത്തെ, കൊടുങ്കാറ്റ് കൊണ്ട് വന്നു ചേരുന്ന ദുഃഖത്തെ അതിലെയും ഇതിലെയും ഓടി നടന്ന് അനുഭവിച്ചുകൊണ്ടേ തീരും. നാട്ടിലും ഇവരെ കൊണ്ടുള്ള ഈ ദുഃഖം പലതരത്തിൽ കൂടി അനുഭവിച്ചു തീർക്കും. കണ്ണു കാണാതെ വട്ടം ചുഴന്ന് നടക്കുന്നവരായി തീരും മനുഷ്യർ. അവരെ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടി. അതാണ് വനവും ഈ സംസാര ജീവിതവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ്. ക്വചിച്ച വാത്യ ഉപമ്യയ പ്രമദയാ ആരോഹമാരോപിത തത്കാല രജഫാരജനീ ബോധൈവ സാധുമിത്യാദോ രജഫലാക്ഷോ വിദിഗ്ദേവതാം അതിരജഫലമതൻ ന വിജാനാദീം. ക്വചിച്ച വാത്യ ഉപമ്യയ പ്രമദയാ ആരോഹമാരോപിത തത്കാല രജഫാരജനീ ബോധൈവ അസാധു മര്യാദോ രജഫലാക്ഷോ വിദിഗ്ദേവതാം അതിരജഫലമതൻ ന വിജാനാദി. ക്വചിത് ഫകത് അവഗത വിഷയ വൈദഗ്ധ്യഃ സ്വയം പരാഭിധ്യാനേന വിഭ്രംശിതസ്മൃതിസ്തയേവ മരീചിതോയ പ്രായാസ്ഥാനേവാഭിധാവതി. ക്വചിത് ചിലപ്പോൾ ചിലയിടത്ത് ഒരിക്കൽ ഫകൃത് അവഗത വിഷയ വൈദഗ്ധ്യ, അവഗതം അറിയപ്പെട്ട വിഷയങ്ങളുടെ വൈദഗ്ധ്യം കൊണ്ട്, വിദഗ്ധ കൊണ്ട്, വഞ്ചന കൊണ്ട്, കള്ളത്തരം കൊണ്ട്, വൈദഗ്ധ്യ സ്വയം പരാഭിധ്യാനേന, തന്നെത്താൻ അന്യനെ ധ്യാനിക്കുന്നത് കൊണ്ട്, പരനെ ധ്യാനിക്കുന്നതുകൊണ്ട്, പരാഭിധ്യാനേന വിഭ്രംശിത സ്മൃതി നഷ്ടപ്പെട്ടു പോയിട്ട് തയായവ അതിനെക്കൊണ്ട് തന്നെ മരീചിതോയ പ്രായാൻ താനേവ അഭിധാം. മരീചിതോയം മുമ്പ് കണ്ടതാണ്. മരുമരീചികയ്ക്ക് തുല്യമായ വെള്ളം പോലെ അവയെ നാല് ഭാഗത്തും തിരഞ്ഞ് അന്വേഷിച്ച് ഓടി നടക്കുന്നു. മരുമരീചികയെ ഒന്നുകൂടി ഉദാഹരിക്കാം. കാട്ടിൽ മരുമരീചികയുണ്ട്, അതിന്റെ പുറകെ ഓടുന്നു. വിഷയങ്ങളിൽ നിന്നും പരമാർത്ഥ സുഖം സിദ്ധിക്കയില്ല. അവിടെ നിന്നും കിട്ടുന്നത് ദുഃഖമാണ്. തൽക്കാലം സുഖം തോന്നും, പക്ഷെ എല്ലാം ദുഃഖം തരുന്ന ഏത് വിഷയവും അങ്ങനെയാണ്. തൽക്കാലം അത് സുഖമാണെന്ന് തരുന്നെന്ന് തോന്നും, അല്പം കഴിയുമ്പോൾ ദുഃഖമായി മാറുകയും ചെയ്യും. അത് മിഥ്യാവസ്തുക്കളാണ് എന്നറിഞ്ഞിട്ടും അതിൻ്റെ പുറകെ ഓടി നടക്കുന്ന മനുഷ്യൻ യഥാർത്ഥമായ സത്യവസ്തു സുഖദുഃഖങ്ങളല്ല, ആനന്ദം തരുന്നത് ഈശ്വര സത്തയാണെന്ന് തിരിച്ചറിയാതെ അത് മറന്നുപോകും. എന്നിട്ട് വിഷയങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ദുഃഖം തരുന്നതാണെന്ന് ഓർമ്മിക്കാതെ മരുമരീചിക പോലെ
ദുഃഖാഭാസങ്ങളായ വിഷയങ്ങളെ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് ചുറ്റും കറങ്ങിത്തിരുന്നു. മരുമരീചികയിൽ പ്രവേശിച്ച് ദാഹം തീർക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയാകും, നടക്കില്ല. ക്വചിത് ഭഗത് അവഗത വിഷയ വൈദഗ്ധ്യ. ഒരിക്കൽ വിഷയങ്ങളൊക്കെ അറിയും, പക്ഷെ ഇതൊക്കെ വൈദഗ്ധ്യമാണ്, സത്യമല്ല എന്ന് അറിയാതെ ഇത് സത്യമാണ് എന്ന് മാത്രം അറിഞ്ഞു, വിദഗ്ധമാണ് എന്നറിഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ ഇവിടെ പരാഭിധ്യാനത്തിന് അന്യനെ ധ്യാനിക്കാനും ഈശ്വര ധ്യാനവും രണ്ടർത്ഥം വരും. അപ്പൊ എന്താ, പരനെ ആരെയാണ്? ഈശ്വരനെ. അഭിധ്യാനീന വിഭ്രംശിത, അതിൽ നിന്നും ഭ്രംശിച്ചുപോയി. എന്നിട്ട് ഈ കാണപ്പെട്ട വിഷയങ്ങളുടെ പുറകെ മരുമരീചിക വെള്ളം എന്ന പോലെ മനുഷ്യൻ ഓടി നടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കിട്ടുന്ന സമസ്ത വിഷയങ്ങളും സുഖദുഃഖങ്ങൾ മാത്രമേ തരികയുള്ളൂ, ആനന്ദം തരില്ല. തൽക്കാലം സുഖമെന്ന് തോന്നിക്കുന്നൊക്കെ പിന്നെ ദുഃഖം തരുന്നതാണ്. ഇതൊന്നും അറിയാതെ ഈ മരുമരീചിക പോലെയുള്ള വിഷയങ്ങളുടെ പുറകെ ഭ്രാന്തനെപ്പോഴും ഓടി നടക്കുകയാണ് മനുഷ്യൻ. കാട്ടിലും അങ്ങനെ തന്നെയാണ്. ക്വചിത് സകൃതാവഗത വിഷയവൈദഗ്ധ്യ സ്വയം പരാഭിധ്യാനേന വിഭ്രംശിത സ്മൃതി തൈവ മരീചിതോയം പ്രായാം സ്ഥാനേവാഭിധാവതീം. ക്വചിത് സകൃതവഗത വിഷയവൈദഗ്ധ്യ സ്വയം പരാഭിധ്യാനേന വിഭ്രംശിത സ്മൃതിസ്തയൈവ മരീചിതോയ പ്രായാം സ്ഥാനേവാഭിധാവതീം. ക്വചിത് ഉലൂകച്ഛില്ലീഫനവത് അതിപരുഷരഭൃതാടോപം പ്രത്യക്ഷം പരോക്ഷം വാരിപൂല രിപുരാജകുല അതിവ്യഥിത കർമ്മമൂല ഹൃദയം. ഉചിത ചിലടത്ത് ഉലൂക ചില്ലീഫനവത്. ഉലൂകം പൂമൻ, ചില്ലി ചീവീടിന്റെ പേരാണ്. ഒരുപക്ഷെ ചില്ലി ആയിരിക്കും ചീവീടായിട്ട് മലയാളത്തിൽ മാറി. ഉലൂക ചില്ലീഫനം, പൂമന്റെയും ചീവീടിന്റെയും ഒക്കെ ശബ്ദത്തെ പോലെ ഉലൂക ചില്ലീഫനവത് അതിപരുഷ രഭസാടോപം. അതിപരുഷമായ ഏറ്റവും കഠിനമായ രഭസ ആടോപം, ഉത്സാഹത്തോടും അഹങ്കാരത്തോടും കൂടി. അതിപരുഷ രഭസ ആടോപം പ്രത്യക്ഷം പരോക്ഷം. ഇത് പ്രത്യക്ഷം നേരിട്ട് അറിഞ്ഞിട്ടും മറഞ്ഞിരുന്ന് അറിഞ്ഞിട്ടും. മിന്നാവരും അങ്ങനെയാണ്, നേരിട്ടും മറഞ്ഞു പോകും. ഇങ്ങനെയുള്ള ഒത്തിരി സുഖങ്ങൾ ഇവിടെ ഉണ്ട്. അതിന്റെ പുറകെ മനുഷ്യൻ ഓടി നടക്കുകയാണ്. ആ ശബ്ദം കേട്ടിട്ട്, ചീവീടിന്റെ ശബ്ദം കേട്ട് ഓടി ചെല്ലുമ്പോൾ ചീവീടിനെ കാണാനില്ല. ഇത്തിരി കഴിയുമ്പോൾ ചെറിയ ലൈറ്റ് കാണാം, പിന്നെ കാണത്തില്ല, ശബ്ദം മാത്രം കേൾക്കാം. അങ്ങനെ പ്രത്യക്ഷം പരോക്ഷം വാ രിപു രാജകുല നിർത്തൽസിതേന. ശത്രുക്കളും രാജാക്കന്മാരും ചെയ്യുന്ന ശകാരം കൊണ്ട് രിപുക്കൾ, ശത്രുക്കൾ, രാജകുലത്ത നിർഭത്സനം, ശകാരം, വഴക്ക്. വ്യഥിത, ദുഃഖിച്ച കർണമൂല ഹൃദയ. കർണമൂലത്തോടും ഹൃദയത്തോടും കൂടി, ചെവിയോടും ഹൃദയത്തോടും കൂടി പ്രത്യക്ഷമായും പരോക്ഷമായും പലതരത്തിലുള്ള അതികഠിനമായ ക്രോധവും ആക്ഷേപവും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ശത്രുക്കളിൽ നിന്നോ, രാജാവിൽ നിന്നോ, ബന്ധുക്കളിൽ നിന്നോ, വീട്ടുകാരിൽ നിന്നോ ഒക്കെ. അതെല്ലാം ചെവിയെ വേദനിപ്പിക്കും, ഹൃദയത്തെയും വേദനിപ്പിക്കും. അതിനെയാണ് പൂമനെന്നും ചെല്ലികളെന്നും പറയും. നാട്ടിൽ ഇവയുടെ ശബ്ദം കേട്ട് ഭയം, നാട്ടിൽ ഇവയുടെ ശബ്ദം കേട്ട് ഇവയുടെ പുറകെ ഓടുന്നത് അവസാനം എന്താണ്? മനസ്സിനും ഹൃദയത്തിനും ചെവിക്കും സങ്കടവും ദോഷവും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ക്വചിത് ഉലൂക ഛില്ലീഫനവത് അതിപരുഷരഭാടോപം പ്രത്യക്ഷം പരോക്ഷം വാരിപകുല രിപുരാജകുലഫൽസിതേന അതിവ്യഥിത കർമ്മമൂല ഹൃദയ. ക്വചിത് ഉലൂക ഛില്ലീഫനവത് അതിപരുഷരഭാടോപം പ്രത്യക്ഷം പരോക്ഷം വാരിപുര രാജകുലഫൽസിതേന അതിവ്യഥിത കർമ്മമൂല ഹൃദയ. ക്വചിത് ഉലൂക ഛില്ലീഫനവത്
അതിപരുഷരഭാടോപം പ്രത്യക്ഷം പരോക്ഷം വാരിപുരാജകുലനുകൽസിതേനാതിവ്യക്തകർമ്മമൂലഹൃദയാ യഥാ ദുഃഖപൂർവസുഗതസ്തതാം കാരസ്കരാം കാകതുണ്ടാദ്യപുണ്യ ശ്രീമലതാവിശേഷ വിമലതാ വിഷോദപാനവത് ഉഭയാർത്ഥശൂന്യത്രിവിണാൻ ജീവൻ വ്രതാൻ സ്വയം ജീവൻ മ്രിയമാണ ഉപധാവതി ഭയത അവൻ എപ്പോഴാണോ പൂർവസുഖങ്ങളൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ ജന്മാന്തര പുണ്യത്തോടു കൂടിയാണല്ലോ ജന്മാന്തരത്തിൽ ചെയ്തിരിക്കുന്ന കർമ്മഫലങ്ങളുടെ പരിണത ഫലമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ജനിക്കുന്നത്. അതെല്ലാം തീർന്നു കഴിയുമ്പോൾ അപ്പോൾ കാരസ്കരം കാഞ്ഞിരം കാരസ്കരത്തിൻ ഗുരുക്ക പാലിലിട്ട് കാലാന്തരെ കൈകൃഷ്ണൻ കാഞ്ഞിരക്കുരു കാകതുണ്ടം കാരകിലൻ അഴിരുപോലെ തോന്നിക്കുന്ന ഒരു വസ്തു കാരകൻ കാകതുണ്ടാദി എന്താണ് കാരസ്കരവും കാകതുണ്ടവും പോലെ. കാകതുണ്ടത്തിന് വേറൊരർത്ഥമുണ്ട്. ഈ സ്വർണം പോലെ തോന്നിക്കുന്ന ചില മരങ്ങളുടെ കറയുണ്ട്. മലയാളത്തിലൊരു വാക്കുണ്ട്, അതിങ്ങനെ മിന്നി സ്വർണം പോലെ തോന്നിക്കും, പക്ഷെ അതല്ല. അതിനെ കാരകിൽ എന്ന് ചില നാട്ടിൽ വ്യവഹരിക്കുന്നു അങ്ങനെ പറഞ്ഞതാണ്. പൊന്നുപോലെ തോന്നിക്കും, പക്ഷെ അത് സ്വർണം അല്ല, അത് ചില മരത്തിന്റെ കറയാണ്. അതിലെ ആകൃഷ്ടരായി തീർന്നിട്ട് അപുണ്യദ്രുമം, പുണ്യം തരാത്ത വൃക്ഷങ്ങൾ, അവിടെയാണ് ഇതിന്റെ കറകൾ ധാരാളം ഉണ്ടാകുന്നത്. പുണ്യ ദ്രുമ ലതാവിശേഷം, ഇങ്ങനെയുള്ള പുണ്യമില്ലാത്ത വൃക്ഷങ്ങള്, അതേപോലെ വല്ലികൾ, ലത, ഇവയുടെ വിഷരസത്തിന്റെ പാനവ കുടിക്കുന്നത് പോലെ. വിഷോദ കാക്കപ്പന് വാക്കിട്ടെ, അതെ അതെ, അതിനെയാണ് കാകതുണ്ടം എന്ന വാക്കിവിടെ ഉപയോഗിക്കുന്നത്. അത് ചില ദുഷിച്ചവർ, ചാരു പോലെയുള്ള മരങ്ങളിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. ചാര ദുഷ്ടമരങ്ങളിൽ പെടുന്നതാണ്. അതേപോലെ ചില വള്ളികളുണ്ട്, അതേപോലെ ചില കായകളുണ്ട്, അതൊക്കെ വിഷം തരുന്ന, വിഷരസത്തെ ഉണ്ടാക്കി തരുന്ന, അത് പാനം ചെയ്യുന്നത് പോലെ, അത് കുടിക്കുന്നത് പോലെ. കാരസ്കര കാകതുണ്ടാദി അപുണ്യദ്രുമലതാവിശേഷ ഉദപാനവത് ഉഭയാർത്ഥശൂന്യദ്രവിണാൻ, രണ്ടിടത്തും പ്രയോജനമില്ലാത്ത ധനം, ഈ ലോകത്തുമില്ല പരലോകത്തുമില്ല. ഉഭയാർത്ഥശൂന്യദ്രവിണാൻ, രണ്ട് ലോകത്തും പ്രയോജനപ്പെടാത്ത ധനങ്ങളോട് കൂടിയ മനുഷ്യർ ജീവൻ മൃതാൻ, മരിച്ചുകൊണ്ട് ജീവിക്കുക, ജീവിച്ചു മരിച്ചിരിക്കുന്നത് ശവപ്രായന്മാരെ പോലെ. സ്വയം ജീവൻ മ്രിയമാണ്, ജീവിച്ചിരിക്കെ മരിച്ചതിന് തുല്യമായിട്ട് ഉപധാവതി, ഓടി നടക്കുന്നു, ആശ്രയിക്കുന്നു. അപുണ്യവൃക്ഷങ്ങളെ കാട്ടിൽ ആശ്രയിക്കുന്നു, അറിയാതാണ്. പക്ഷെ അതിന്റെ ഫലം അവിടെ എന്ത് ചെയ്യും? അനുഭവിക്കും. ഒന്നി ദേഹം ചൊറിയും, അല്ലെങ്കിൽ വിഷാംശം ഉണ്ടാകും, അതുകൊണ്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകും, പിന്നെ അതിന് വേറെ മരുന്ന് തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഇതുപോലെ നാട്ടിലും പുണ്യഫലങ്ങൾ അനുഭവിച്ചു കഴിയുന്ന സമയത്ത് ഇതേപോലെ വിഷം തരുന്ന, വിഷാംശത്തെ ഉൾക്കൊള്ളുന്ന അന്നരസാദികളിലും പാനീയത്തിലും എങ്ങനെയാണോ മനുഷ്യൻ ആസക്തരായി സഞ്ചരിക്കുന്നത്, അതുപോലെ ഈ കൊക്കോക്കോളയെന്ന വൃക്ഷവ്യാസൻ അന്ന് കണ്ടു കാണുകയില്ല. പക്ഷെങ്കിൽ പാനീയം വിഷമുള്ളതാണെന്ന്, അങ്ങനെയുള്ളതിന്റെ പുറകെ ഓടി നടക്കുന്ന അവസ്ഥ ഈ ലോക ജീവിതത്തിൽ അന്ന് വർണ്ണിച്ച് കാണിക്കാൻ വ്യാസൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വേറെ പേരിലാണ് വരുന്നത് മാത്രമേ. ഇത്
ഈ പാനീയങ്ങളും ഈ ഭോജനങ്ങളും ഇഹത്തിലും ഗുണമില്ല, പരത്തിലുമില്ല. രണ്ടിടത്തും ദോഷം ഉണ്ടാക്കണം. ഉഭയ അർത്ഥശൂന്യമാണ്. അതിനെ ജനങ്ങൾ, ലുബ്ധന്മാരായ ജനങ്ങൾ അതിനെ ആശ്രയിക്കും. എല്ലാവരും ഇല്ല. ധനാദികളുടെ ഉപയോഗം ഇതിനാണെന്ന് അവര് തെറ്റിദ്ധരിച്ച് ഭ്രമിച്ച് അതിന്റെ പുറകെ കാശ് മുടക്കി ഓടുക. അവരും വിവേകമില്ലാത്ത ആൾക്കാരും ജീവന്മത്തരാണ്. ജീവിച്ചിരിക്കെ മരിച്ചത് തുല്യമാണ് എന്ന് ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അപുണ്യവൃക്ഷങ്ങളുടെ കഥ അവതരിപ്പിച്ചത്. കാട്ടിൽ അതാണെങ്കിൽ നാട്ടിൽ ഇതാണ്. ഈ പാനീയത്തിന്റെയും ഈ ഭക്ഷണത്തിന്റെയും ഒക്കെ പുറകെ, വിഷം തരുന്ന ഭക്ഷണങ്ങളുടെ പുറകെ ഓടി നടന്ന് ഭൗതിക ലോക ജീവിതവും സുഖമാവില്ല, ആത്മീയ ലോക ജീവിതവും സുഖമാവില്ല. രണ്ടില്ലാതെ മനുഷ്യൻ കഷ്ടം. ഫയദ ദുഃഖപൂർവ സുഖതസ്തതാ കാരസ്കരകാകതുണ്ടാദ്യപുണ്യദ്രുമരതാവിശേഷോദപാലവത് ഉഭയാർത്ഥശൂന്യത്രവിണാൻ ജീവൻ മൃതാൻ സ്വയം ജീവൻ മ്രിയമാണ ഉപധാവതീം. ഫയദ ദുഃഖപൂർവ സുഖതസ്തതാ കാരസ്കരകാകതുണ്ടാദ്യപുണ്യദ്രുമരതാവിശേഷ ഉദപാനവത് ഉഭയാർത്ഥശൂന്യത്രവിണാൻ ജീവൻ മൃതാൻ സ്വയം ജീവൻ മ്രിയമാണ ഉപധാവതീം. ഫയദ ദുഃഖപൂർവസുഹൃതസ്തദാ കാരസ്കരകാകതുണ്ടാദ്യപുണ്യദ്രുമരതാവിശേഷോദപാനവത് ഉഭയാർത്ഥശൂന്യത്രവിണാൻ ജീവൻ മൃതാൻ സ്വയം ജീവൻ മ്രിയമാണ ഉപധാവതീം. ഏകദാ അസത്പ്രസംഗാൻ നികൃതമതിഃ കൃതകസ്രോത സ്ഖലനവത് ഉഭേദോപി ദുഃഖദം പാഖണ്ഡം അഭിയാതി. ഏകദാ, നീ മറ്റൊരിക്കൽ അസത്പ്രസംഗാത്. ഏകദാ സത്പ്രസംഗാത് എന്ന് വായിച്ചു പോകും ഒന്നിച്ച് കിടക്കുമ്പോൾ. ഏകദാ അസത്പ്രസംഗാത്, ദുർജന സംസർഗപ്പെട്ട് അവിടേക്കാണ് വായിക്കുമ്പോൾ ഏകദാ സത്പ്രസംഗാത് എന്ന് ആയിക്കും ദീർഘം കൊടുത്ത് വായിച്ചാൽ. അസത്പ്രസംഗാത് നികൃതമതിഹി, ദുർജനത്തിന്റെ സംസർഗം കൊണ്ട് നികൃതമായ മതി, മുറിക്കപ്പെട്ട ദുഷിച്ച ബുദ്ധിയോട് കൂടിയവനായിട്ട്, നികൃതമതിഹി വ്യുതകസ്രോത, വെള്ളമില്ലാത്ത സ്രോതഫിൽ, കിണറ്റിൽ അല്ലെങ്കിൽ എന്താണ് ഈ കുളത്തിൽ. വി ഉദകമാണ് ഉരുദകം. വി വേർപെട്ടത്, ഉദകം വെള്ളം. വി ഉദകം വേർപെട്ട വെള്ളം വെച്ചാൽ വെള്ളമില്ലാത്ത. ഒറ്റ വാക്ക് പറഞ്ഞാണ് ഉരുദക. വിദക സ്രോത, സ്രോതക വെച്ചാൽ ഒഴുക്ക്, നദിയാകാം, കുളമാകാം, കിണറാകാം, ഒക്കെയാം. സ്രോത സ്ഖലനവത്, ആ സ്രോതസ്സിൽ, ആ നദിയിലെ കുഴിയിൽ വീണാലുണ്ടാകുന്നത് പോലെ. സ്രോതസ്ഖലനവത് ഉഭയതോപി ദുഃഖതം, രണ്ട് ലോകത്തിലും ദുഃഖമുണ്ടാക്കുന്ന പാഖണ്ഡം നിരീശ്വര മതത്തെ പ്രാപിക്കുന്നു. അഭയാദി. കാട്ടിൽ ചിലപ്പോൾ വെള്ളമില്ലാത്ത കിണറ്റിൽ വീഴും, മുട്ട കിണറ്റിൽ വീഴും. അങ്ങനെ കാടിനെ കുറിച്ച് വർണ്ണിച്ചതിന്റെ ഭാരം ഇവിടെ എന്താണ്? ദുർജനങ്ങളുടെ സംസർഗം കൊണ്ട് ബുദ്ധി ദുഷിച്ച് ഈ ലോകത്തിലും പരലോകത്തിലും സുഖം കിട്ടാത്ത നിരീശ്വരവാദത്തെ, പാഖണ്ഡ മതത്തെ അവലംബിക്കും. അപ്പോൾ വെള്ളമില്ലാത്ത പുഴയിൽ അക്കരെ കടക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് കുട്ടിലും പുഴയിലും വീണ് മുറിവേൽക്കും. ഇത് തുടർച്ചയായി അനുഭവിക്കുന്നത് കൊണ്ട് ഉഭയലോക ഭക്ഷണമായി തീരും എന്ന് സൂചിപ്പിക്കാൻ. ഏകദാ അസത് പ്രസംഗാനികതമത് വിതക സ്രോതസ്ഖലനമത് ഉഭേദോ വിദുഃഖദം പാഖണ്ഡമഭിയാതി. ഏകദാ അസത് പ്രസംഗാനികതമത് വിതക സ്രോതസ്ഖലനമത് ഉഭേദോ വിദുഃഖദം പാഖണ്ഡമഭിയാതി. യഥാതു പരബാധയ അന്ധ ആത്മനെ നോപനമതി സദാഹി പിതൃപുത്ര ബർഹിഷ്മത പിതൃപുത്ര വാ സഖലു ഭക്ഷയതി. യഥാതു എപ്പോഴെങ്കിലും ഒരിക്കൽ പരബാധ, ശത്രുബാധ കൊണ്ട്, ശത്രുപീഠ കൊണ്ട്, അന്ധ, ഇവിടെ അന്ധൻ കണ്ണു കാണാത്ത എന്നല്ല, അന്നം എന്നാണ്. അന്ധസ് എന്ന വാക്കാണ് സകാരാന്ത. പരബാധയ അന്ധ,
ശത്രു പീഡ കൊണ്ട് അന്നം ആത്മനെ തനിക്ക് വേണ്ടി മാത്രമാണ്. ന ഉപനതമതി, തനിക്കത് കിട്ടാതിരിക്കുമ്പോൾ. ന ഉപനതമതി, ഉപനതം ലഭിക്കുക, ഉപനതമതി ലഭിക്കുമ്പോഴുള്ള ബുദ്ധി. ന ഉപനത ബുദ്ധി, അത് ലഭിക്കാതിരിക്കുമ്പോൾ. പിതൃ പുത്ര ബർഹിഷ്മത, പിതാവിനെ പോലെയും പുത്രനെ പോലെയോ ദർഭപ്പുല്ലു പോലെയോ നിസ്സാരമായ എന്ന പോലെ പരമ്പരാഗതമായ ധനമുള്ളവരെന്നോ പിതൃപുത്രന്മാരിൽ ആരെയെന്നോ സഹ അവൻ ഭക്ഷയതി ഖലു, ഭക്ഷിക്കുമല്ലോ. പരസ്പരം ഭക്ഷിക്കാൻ ആഗ്രഹിക്കും, ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ. അപ്പൊ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ, ആയിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ അവസ്ഥ ഈ ലോകത്തുണ്ടാകും എന്ന് വ്യാസം വന്നേ കണ്ടു. ഇപ്പം പരസ്പരം കടിച്ചു കീറി ഭക്ഷിച്ചു തുടങ്ങിയിട്ടില്ല, കടിച്ചു കീറുന്നുണ്ട്, പക്ഷെ ഭക്ഷിച്ചു തുടങ്ങിയിട്ടില്ല. കാട്ടിൽ എന്താണ് നരഭോജികളായ ആൾക്കാർ ധാരാളമുണ്ട്. അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ നാട്ടിലും ഇവരുണ്ടാകും. അന്നപാനാദികൾ കിട്ടാതെ വരുമ്പോൾ അച്ഛനമ്മമാരെയോ മക്കളെയോ സാരമില്ലാത്ത സാധനങ്ങളെയോ അവരെ തന്നെയോ ഭക്ഷിക്കാൻ ആഗ്രഹിക്കും. അന്നാദി പദാർത്ഥത്തിന്റെ അഭാവം അത്രത്തോളം അന്ധതയിലേക്ക് നമ്മെ എത്തിക്കും എന്ന് ഒരു തിരിച്ചറിവ് സംസാര ലോക ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നു. ഇനി വരാൻ പോകുന്ന കാര്യമാണ് വ്യാസം പറഞ്ഞത്, നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. യഥാതു പരമാധയ അന്ധാത്മനെ നോപനതമതി തദാഹി പിതൃപുത്ര ബർഹിഷ്പത പിതൃപുത്രാൻ വാ സഖലു ഭക്ഷയതി. യഥാതു പരമാധയ അന്ധ ആത്മനെ നോപനതമതി തദാഹി പിതൃപുത്ര ബർഹിഷ്മത പിതൃപുത്രാൻ വാ സഖലു ഭക്ഷയതി. ഇതങ്ങ് നീണ്ടുപോവുകയാണ്. ഈ അധ്യായം മുഴുവൻ ഇതാണ്. നമുക്കിവിടെ നമ്മുടെ സമയം താമസിച്ചാണ് തുടങ്ങിയെങ്കിലും അതിക്രമിച്ച് നമുക്കിപ്പോൾ സംസാരിക്കാം. അതിന് രണ്ടാമത്തെ സ്വഭാവം ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. ഇൻഷാട്ടിന് ചോദിക്കാം. അതേപോലെ ില്ലെങ്കിൽ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. രണ്ടു മണിക്കും പറ്റിയോ? 1:30 ആയപ്പോഴത്തേക്ക് എത്തി. ഓ, 1:30 മുന്നേ 1:30 അന്നേരം തന്നെ ബസ് കിട്ടി. 2 ബസ് ഉണ്ടായിരുന്നു. അത് ബസ് കിട്ടിയ എളുപ്പമായി. പക്ഷെ സൂപ്പർ ഫാസ്റ്റേലാ പോകുന്നത്. സൂപ്പർ ഫാസ്റ്റ് അതങ്ങ് സൂപ്പർ ഫാസ്റ്റ് ആയിപ്പോയി. ചെങ്ങന്നൂര് വന്നിട്ട് വേറെ ഒരു സൂപ്പർ ഫാസ്റ്റുമായിട്ട് മുട്ടിയോ? ചെങ്ങന്നൂര് കഴിഞ്ഞിട്ട് മുട്ടി. ദൈവദിനത്തിന് ഞങ്ങൾ ഇരുന്ന ഭാഗത്ത് വലിയ കുഴപ്പമില്ല. സൈഡിൽ കൂടെ ഉരഞ്ഞു പോയതേ ഉള്ളൂ. പക്ഷെ വണ്ടി രണ്ടും ചുട്ടു. വേറെ വണ്ടി വേറെ അടുത്ത അതിനുശേഷം വന്ന വണ്ടി കൊട്ടാരക്കര അതിന്റെ പുറകെ ഉണ്ടായിരുന്നു. പിന്നെ അതേ കയറി. അല്ലായിരുന്നെങ്കിൽ 1:15 ആയപ്പോഴത്തേക്കിന് എത്തിയേനെ. കുഴപ്പമില്ല. ഇന്ന് വൈകിട്ട് ഞാനെല്ലാം ഇട്ടേക്കാം. ഇന്ന് വൈകിട്ടിടാം. നാളെ ഇനി നടക്കത്തില്ല. ഇന്നങ്ങിടാം. നാളെ സമയം കിട്ടത്തില്ല. ഇട്ടേക്കാം. ശരി സാർ.